ഹായ് ഗ്ലാംസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമലു. അപ്പോൾ ഇന്ന് ഞാനൊരു മേക്കപ്പ് ലുക്കാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ലെൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ലുക്ക് ഒന്ന് ലെൻസ് എൻഹാൻസ് ചെയ്യും. അത് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെൻസ് ഇടാം, ഇല്ലെങ്കിൽ വേണം. ഞാൻ ഇന്ന് അക്വാ കളറിൻ്റെ NV ഗ്രീൻ എന്നുള്ള ഷെയ്ഡ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലെൻസ് ഷെയ്ഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇഫ് പോസിബിൾ ഞാൻ ലിങ്ക് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാരച്യൂട്ടിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള കുണ്ടും കുഴി ഇല്ലെങ്കിൽ പോലും എൻ്റെ സ്കിന്നിൽ കുറച്ചൊക്കെ പോർസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വലിയ കുണ്ടും കുഴി ഇല്ലെങ്കിൽ പോലും എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം പോർസൊക്കെ ഉണ്ട്. എൻ്റെ ടീ സോൺസിൽ നല്ല പോർസ് ഉള്ളത് കാരണം തന്നെ അതൊന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ഞാൻ ഇൻസൈഡിൻ്റെ പ്രൈമറാണ് അടുത്ത് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് മാത്രം മതി. നമുക്കിത് ബാക്കിയുള്ള ക്രീം പോലെ ഒന്നും വലുതായിട്ടൊന്നും ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് ഒരു ചെറിയ ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു 2 ഡ്രോപ്സ് ഒക്കെ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പോർസ് ഉള്ള ഏരിയാസിൽ മാത്രം അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം. ഞാൻ വലിയ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് അതാട്ടോ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ പുട്ടി വർക്കിലേക്ക് കിടക്കുന്നത്. നിങ്ങൾ പലരും നോട്ടീസ് ചെയ്ത് കാണും, എനിക്ക് നല്ല രീതിയിൽ തന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള ആ കറുത്ത പാടുകൾ മാറ്റാൻ വേണ്ടി ഞാൻ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇൻസൈഡിൻ്റെ കളർ പാലറ്റിൽ നിന്നൊരു ഓറഞ്ച് കളർ ഷെയ്ഡാണ് ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് കൺസീലർ ഓറഞ്ച് കളർ കറക്റ്റർ ആട്ടോ. ഞാൻ എൻ്റെ ഫിംഗേഴ്സ് തന്നെയാട്ടോ ഇവിടെ കറക്റ്റർ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് സ്പഞ്ച് യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനപ്പോൾ കൂടുതൽ എനിക്ക് എളുപ്പം കൈവച്ച് യൂസ് ചെയ്യാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഫിംഗേഴ്സ് വെച്ച് അപ്ലൈ ചെയ്തേക്കുന്നത്. അടുത്തത് ഞാനിവിടെ എടുക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ഒരു മേക്കപ്പ് സ്റ്റിക്കാട്ടോ. എൻ്റെ സ്കിൻ അൺഈവൻ ആയതുകൊണ്ട് എല്ലാത്തെയും ഒന്ന് ഒരു ഈവൻ ടോണിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു മേക്കപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ഓപ്ഷനല്ല, പക്ഷേ ഇത് ഇടുവാണെങ്കിൽ ഡബിൾ എഫക്റ്റ് ആട്ടോ. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടോ ഇത്രയൊക്കെ ഇടണമെന്ന്? ഒന്നും പേടിക്കേണ്ട, നമ്മുടെ വെറ്റ് മേക്കപ്പ് സ്പോഞ്ച് വെച്ച് നമുക്കിതൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതൊന്ന് ന്യൂട്രൽ ആയിക്കോളും. നമ്മൾ എത്രത്തോളം ടൈം എടുത്ത് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ മേക്കപ്പ് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടും. ഞാൻ വലിയ പെർഫെക്ഷനിസ്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്നതോളം മാത്രമേ ഞാൻ ഡാബ് ചെയ്ത് കൊടുക്കാറുള്ളൂ. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഒരു മടി കാരണം ഞാൻ മാക്സിമം 10 to 15 മിനിറ്റ്സ് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ മേക്കപ്പൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. അടുത്തതാണ് നമ്മുടെ മെയിൻ പരിപാടി, ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇൻസൈറ്റിൻ്റെ HD ഫൗണ്ടേഷനാണ്. അതിതുപോലെ ചെറിയൊരു പുള്ളിയായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തേക്കുന്ന അതേ ബ്യൂട്ടി സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്ത് കൊടുത്തേക്കണം. മേക്കപ്പ് സ്പോഞ്ച് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണം, ഡ്രൈ സ്പോഞ്ച് അല്ല നമുക്ക് വേണ്ടത്, വെറ്റായിട്ടുള്ള സ്പോഞ്ചാണ്. അതായത് ഒരു കുറച്ച് വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തേക്കണം കേട്ടോ മേക്കപ്പ് സ്പോഞ്ച്. വെറ്റ് സ്പോഞ്ച് എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വെറ്റ് സ്പോഞ്ച് യൂസ് ചെയ്യുമ്പോഴേ മാത്രമേ എക്സസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് സ്പോഞ്ചിലേക്ക് തിരിച്ച് വലിക്കുകയും അതുപോലെ തന്നെ പുട്ടിയടിയുടെ ആ ഒരു കാഠിന്യത്തെ കുറയ്ക്കുന്നത് ഈ വെറ്റ് സ്പോഞ്ച് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ സ്പോഞ്ച് വെച്ച് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കണം. ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ആ ഒരു പെർഫെക്ഷൻ. നമ്മൾ കൈ വെച്ച് യൂസ് ചെയ്ത് ഇതുപോലെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഒരുമാതിരി ഒരു ഫിനിഷിങ് തോന്നത്തില്ല, മൊത്തം അങ്ങ് തിക്കി തിരിഞ്ഞിരിക്കുന്ന മാതിരി ഒരു ഫീലായിരിക്കും. ഇനി നമ്മുടെ ഐ ഷാഡോയിലേക്ക് കിടക്കാം. എനിക്ക് ഐ മേക്കപ്പ് അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ. ഞാനൊരു തട്ടിക്കൂട്ട് പരിപാടിയില്ല ഐ മേക്കപ്പ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇനി കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഫസ്റ്റ് എൻ്റെ പാലറ്റിലുള്ളൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്ത് ഞാൻ ക്രീസിൽ ഇതുപോലെ റാ കണക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എനിക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു റാ ഷേപ്പിലാണ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അതേ പാലറ്റിൽ നിന്ന് അതിനെക്കാട്ടി കുറച്ചും കൂടി, അതായത് ഇപ്പോൾ ഞാനൊരു ബ്രൗൺ ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്ത് ബാക്കിയുള്ള ഐലിഡ്സിൽ അപ്ലൈ ചെയ്യുകയാണ്. വീഡിയോയിൽ അത്ര പ്രോമിനൻ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് 2 ഷെയ്ഡിൻ്റെ ഡിഫറൻസ്, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ക്രീസിൽ കുറച്ചും കൂടി ഡാർക്കും താഴെ ആ എലിറ്റ്സിൻ്റെ മേളിൽ അതിലും ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്രീസിൽ അപ്ലൈ ചെയ്ത അതേ കളർ വെച്ച് ഞാൻ താഴെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു പുതിയ ശീലമാണ് ഇതുപോലെ ഐ ഷാഡോ അപ്ലൈ മേലും താഴെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഐ ഷാഡോ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡിഫറൻസ് മനസ്സിലാകുമെന്ന് തോന്നുന്നു. എൻ്റെ കണ്ണ് കുറച്ചും കൂടി ഒന്ന് വലുതായ പോലൊരു ഫീലില്ലേ. അടുത്ത് ഞാനൊരു ഷിമ്മർ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗോൾഡ്, സിൽവർ ഇല്ലെങ്കിൽ റോസ് ഗോൾഡ്. കുറച്ച് തിളങ്ങുന്ന നല്ല വളവളാ തിളങ്ങുന്ന ഒരു ഷെയ്ഡ് ഇന്നർ കോർണറിൽ അടുത്തുനിന്ന് നടുവ് വരെ, അതായത് നമ്മുടെ കണ്ണിൻ്റെ നടുക്കോട്ട് വരെ മാത്രം അപ്ലൈ ചെയ്യുക. സൈഡിലോട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട. അടുത്തതാണ് മേക്കപ്പിൽ എൻ്റെ ഫേവറേറ്റ് പാർട്ട്, വേറൊന്നുമല്ല ബ്ലഷ്. അപ്പോൾ എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും എനിക്ക് എത്രമാത്രം ബ്ലഷ് ഇഷ്ടമാണെന്നുള്ള കാര്യം.
അപ്പോൾ ഞാനിവിടെ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് പാലറ്റിൽ നിന്ന് ഒരു പിങ്ക് ഷെയ്ഡ്, ഒരു ന്യൂട്രൽ പിങ്ക് ഷെയ്ഡ് ആയിട്ടുള്ളൊരു കളറാണ് യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ചീക്സിലും ചിന്നിലും പിന്നെ മൂക്ക് വഴി കേട്ടോ, മൂക്കിലും കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ജോക്കർ പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതുപോലൊരു സ്പോഞ്ച് വെച്ച് വീണ്ടും അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഏത് ഷെയ്ഡാണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഒന്ന് ഇട്ടായിരുന്നു, പിന്നെ എനിക്കത് സാറ്റിസ്ഫൈഡ് ഇല്ലാത്തതുകൊണ്ട് അതിന് മേലിൽ ഞാൻ കുറച്ചൊന്ന് റെഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ബേസ് ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഐസാണ്. ഐ മേക്കപ്പ് ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ, കാരണം എനിക്ക് കൂടുതൽ ഇപ്പോൾ വന്ന് എനിക്ക് ഐലൈനേഴ്സ് യൂസ് ചെയ്യാനോ കാജൽ യൂസ് ചെയ്യാനോ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അല്ല, കുറച്ച് നല്ല രീതിയിൽ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മേളിൽ താഴെ ഞാൻ മസ്കാര അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ കാജൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഐലൈനർ എഴുതി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. എനിക്കിപ്പോൾ കാജലിനോട് ഐലൈനറിനോടും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മസ്കാര ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിർത്താൻ വേണ്ടി നമുക്കൊരു മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ യൂസ് ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ ആണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്പ്രേയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഈ ഒരു മേക്കപ്പിനെ നിലനിർത്തുകയും ചെയ്യും. സ്പ്രേ അടിച്ചതിന് ശേഷം ഒരു 10 to 20 സെക്കൻഡ്സ് ഇതുപോലെ ഒന്ന് വീശി കൊടുക്കുക. ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് ചെയ്യാം. ഞാൻ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഓൾറെഡി തിക്കായിട്ടുള്ള ഐബ്രോസ്, ഷേപ്പ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം തിക്കായിട്ടുള്ള ഐബ്രോസ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഐബ്രോസ് അത്രേ ഉള്ളൂ എൻ്റെ ഐബ്രോസിൻ്റെ പരിപാടി. ഞാനൊരു റെഡ് ലിപ്സ്റ്റിക്ക് വെച്ച് ചെറിയൊരു റെഡ് ബിന്ദി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഇത് ഞാൻ യൂഷ്വലി ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ ഞാൻ ചെയ്തു തീർക്കുന്ന ഒരു പ്രൊസീജിയറാണ്. എൻ്റെ മുഖത്ത് ആ സങ്കടം മേക്കപ്പ് കൊള്ളൂല്ലാഞ്ഞിട്ടല്ല കേട്ടോ, മുടിയില്ലാഞ്ഞിട്ടുള്ളൊരു വിഷമമാണ്. അതുകൊണ്ട് എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നൊരു പിടിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്തേക്കാം. എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.